കെ.സി. വേണുഗോപാലുമായി നിശാന്ത് മാവില വീട്ടിൽ നടത്തിയ സംഭാഷണമാണ്. ശരിക്ക് അങ്ങാണോ ഈ ഹൈക്കമാൻഡ്? അപ്പൊ തുടക്കം തന്നെ കളിയാക്കി തുടങ്ങിയാണ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ കെ.സി. ആണോ? അതിനകത്തുള്ള ചോദ്യങ്ങളിൽ പെട്ടതാണോ ഇതെന്ന് എനിക്ക് സംശയം തോന്നിയോടെ ഞാൻ പറഞ്ഞത്. എന്നാൽ ആ പ്രയോഗത്തെ ഞാൻ വെറും ഒരു ഹിപ്പോക്രാറ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനും ആഗ്രഹിക്കും. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? കെ.സി. ഗ്രൂപ്പ് യഥാർത്ഥത്തിലുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾക്കുന്നത് കെ.സി. ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? കെ.സി. എന്ന് പറഞ്ഞാൽ എന്താ ഫുൾ ഫോം ഉദ്ദേശിക്കുന്നത്? കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പ്. നമസ്കാരം. മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ കെ.സി. വേണുഗോപാലുമായി നിശാന്ത് മാവില വീട്ടിൽ നടത്തിയ സംഭാഷണമാണ്. കെ.സിയുടെ സമീപകാലത്തെ സംഭാഷണങ്ങൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരാളാണ് ഞാൻ. നിയമസഭാ പുസ്തക മേളയിൽ സണ്ണി കുട്ടി എബ്രഹാം കെ.സിയുമായി സംസാരിച്ചിരുന്നു. അത് ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിലെ സംഭാഷണം ഞാൻ ഉറ്റുനോക്കി. പക്ഷേ കാ ഫെസ്റ്റിവലിലെ സംഭാഷണം വ്യത്യസ്തമായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെയാണ്. ആ പ്രതികരണങ്ങൾക്ക് ആധാരമായ നിശാന്തിൻ്റെ ചോദ്യങ്ങളും പലപ്പോഴും ഒരു രോഷം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കൗതുകകരമായിരുന്നു. മാത്രമല്ല കുറേ നാളായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമ്മൾ കാണുന്ന സമീപനത്തിൽ വ്യത്യസ്തമായൊരു സമീപനം കെ.സി. സ്വീകരിക്കുന്നതും കാണുന്നുണ്ട്. നമുക്ക് ചില ചോദ്യങ്ങൾ, ചില ഉത്തരങ്ങൾ, ഇതാണ് ഈ വീഡിയോയിലൂടെ ആ പരിപാടിയിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങൾ അതുവഴി നമ്മൾ ചർച്ച ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന ആ സങ്കല്പനത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. വർഷങ്ങളായി നമ്മൾ നിരന്തരം ചർച്ച ചെയ്ത പണ്ട് അഹമ്മദ് പട്ടേലിൻ്റെ കാലത്ത് ഹൈക്കമാൻഡ് എന്നുള്ള ആ ഒരു പ്രയോഗം തന്നെ, ആരാണ് ഈ ഹൈക്കമാൻഡ് എന്നുള്ള ചോദ്യം മലയാളികളും രാഷ്ട്രീയ നിരീക്ഷകരും നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ അടുത്ത കാലത്ത് ഈ ഹൈക്കമാൻഡ് എന്നുള്ളത് അത്രയധികം ചർച്ചകളിൽ വരാറില്ല. ഒരുപാട് കാലം അഹമ്മദ് പട്ടേലാണോ ഹൈക്കമാൻഡ് എന്ന് ചോദിച്ചു, പിന്നെ കുറേ കാലം എ.കെ. ആൻ്റണി ആണോ ഹൈക്കമാൻഡ് എന്ന് ചോദിച്ചു. ഇപ്പോൾ ചോദിക്കുന്നത് കെ.സി. വേണുഗോപാലാണോ ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്ന ഒരു രൂപം ഹൈക്കമാൻഡിനുണ്ടോ? ഒരു സങ്കല്പത്തിൽ ഉള്ള ഒരു ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റിയാണോ, ഒരു ബോഡിയാണോ എന്നൊക്കെയുള്ള സംശയം പലപ്പോഴും വരാറുണ്ട്. ഈ സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിശാന്ത് ചോദിച്ചത് ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കെ.സി. ആണോ എന്നുള്ള ഒരു ചോദ്യമാണ്. നമ്മളെ ഈ CPIM പോളിറ്റ് ബ്യൂറോ എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് എടുത്തു കാണിക്കാൻ ഇന്ന ആളുകളുണ്ട്. BJPയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് നിർമ്മിത ഇന്ന ആളുകളാണ് ഈ എക്സിക്യൂട്ടീവ് എന്ന് പലപ്പോഴും ആളുകളുടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യമുണ്ട്. പക്ഷേ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളായ എന്നെ സംബന്ധിച്ച് കേരളത്തിലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അങ്ങാണ്. ശരിക്ക് അങ്ങാണോ ഈ ഹൈക്കമാൻഡ്? ഞാൻ ധരിച്ചത് തന്നെ നാട്ടുകാരനും മട്ടന്നൂർക്കാരനൊക്കെ ആയതുകൊണ്ട് ഇത്തിരി ഒരു മൃദുത്വം കാണിക്കുന്നതായിരുന്നു. അപ്പോൾ തുടക്കം തന്നെ കളിയാക്കി തുടങ്ങിയാണ്. കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയി വരും എന്നൊക്കെ ചർച്ചകളിലൊക്കെ ഉയർന്നു വരുന്ന പേര് ആയതുകൊണ്ടുകൂടിയാവാം കെ.സിക്ക് നിങ്ങളാണോ ഹൈക്കമാൻഡ് എന്നുള്ള ചോദ്യം അത്രക്കങ്ങ് പിടിച്ചിട്ടില്ല. കെ.സി അതിനനുസരിച്ചുള്ള പ്രതികരണമാണ് നടത്തിയത് നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം ഹൈക്കമാൻഡ് ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അത് AICCയുടെ പ്രസിഡന്റാണ് ഹൈക്കമാൻഡ് എന്നുള്ള വെളിപ്പെടുത്തലാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡന്റാണ് അന്തിമമായ തീരുമാനങ്ങളിൽ ഒപ്പുവെക്കുന്ന ആൾ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അവ്യക്തത ആവശ്യമില്ല. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അതുപോലെ BJPയുടെ പോലെ ഞങ്ങളുടെ പാർട്ടി ഹൈക്കമാൻഡ് എന്നത് കോൺഗ്രസ് പ്രസിഡന്റാണ്. ഇതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിന് അനിഷ്ടം ഉണ്ടാക്കുന്ന മറ്റൊരു ചോദ്യം കൂടി നിശാന്ത് ചോദിച്ചു. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ചെന്നിത്തലയും ഒപ്പം സതീശനും കഴിഞ്ഞാൽ പ്രധാനമായി കെ.സിയുടെ പേര് ഇങ്ങനെ ചർച്ചകളിൽ ഉണ്ടല്ലോ. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ ഒരാളോട് പണ്ട് തോറ്റുപോയ ആളാണ് കെ.സി എന്നുള്ള ഭൂതകാലത്തിലെ ഒരു കൗതുകരമായ കാര്യം നിശാന്ത് എടുത്തിട്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അങ്ങ് പരാജയപ്പെട്ടത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ പ്രദീപേട്ടനോടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അങ്ങയുടെ തോൽവിയുടെ കാരണങ്ങളിലൊന്നായി പിന്നീട് പറഞ്ഞു കേട്ടിട്ടുള്ളത് എ ഗ്രൂപ്പ് കാലുവാരി എന്താണ്? നിങ്ങൾ ഇപ്പം അതിലും നിങ്ങൾക്കൊരു വിവേചനമുണ്ട്. ഇത് ശരിയാണ്. ഞാൻ കോഴിക്കോട് സർവകലാശാല യൂണിയൻ ചെയർമാനായി മത്സരിച്ചപ്പോൾ KSUവിന് ജയിക്കേണ്ട വോട്ടുണ്ടായിരുന്നു, KSU നിയമസഭ. ആ കാര്യം ഞാൻ നിർഭാഗ്യവശാൽ സംഭവിച്ചില്ല. പക്ഷേ അന്ന് തോറ്റ ഞാൻ ഒരു പരാതിയായിട്ട് എവിടെയും പോയിട്ടില്ല. ഇന്ന് ഞാനിരിക്കുന്നത് ഇവിടെയാണ്. പിന്നാലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചതും കെ.സിക്ക് അത്രക്കങ്ങ് പിടിച്ച മട്ടില്ല. ഇതേ കാര്യം CPMലാകുമ്പോൾ നിങ്ങൾ വിളിക്കുന്നത് എന്താണ്? വിഭാഗീയത. ഇവിടെ ഗ്രൂപ്പ് പോരാട്ടം, അവിടെ വിഭാഗീയത. വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ശബ്ദം അല്ലേ? ഞങ്ങളെക്കാൾ ഏറെ പൊരിഞ്ഞ യുദ്ധമല്ലേ അവിടെ നടക്കുന്നത്? ഞങ്ങളെ യുദ്ധങ്ങളൊക്കെ തന്നെ ഉണ്ടാകും, വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടാകും. ഒരു വലിയ പാർട്ടിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കും. അതിനുവേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ കുറേയൊക്കെ അവലംബിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു പ്ലാറ്റ്ഫോം വന്നാൽ, പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ വന്നാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായത്. ചിലപ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് ഉണ്ടാവാറ്. അതിനൊക്കെ അപ്പുറത്താണ് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പ്, കെ.സി ഗ്രൂപ്പ്.
പ്രധാനമായി ഉമ്മൻചാണ്ടി, ചെന്നിത്തല AI ഗ്രൂപ്പിൻ്റെ വലിയൊരു കാലം കഴിഞ്ഞതിന് ശേഷം VD സതീശനും കെ സുധാകരനും നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം ഗ്രൂപ്പ് ഇല്ലാതാക്കാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ തുടർച്ചയായി സംഭവിച്ചത് ഇവരുടേതായ ചില അനുയായികൾ രൂപപ്പെടുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ ഒക്കെ വന്നതിൻ്റെ ശേഷം കേരളത്തിൽ ഹൈക്കമാൻഡ് ഗ്രൂപ്പ് എന്നുള്ളതിനപ്പുറത്ത് KC ഗ്രൂപ്പ് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അവരുടെ ചില നേതാക്കളുടെ സമീപനങ്ങൾ KCക്ക് വേണ്ടിയിട്ടാണ്. ഷാഫി ഇപ്പുറത്തുനിന്ന് കാലുമാറി KCയുടെ ആളായി. രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞതോടെ VD സതീശൻ അടക്കമുള്ള ആളുകളെ അവർ ഉപേക്ഷിച്ച് KC ഗ്രൂപ്പായി ഇവിടെ മാറുകയാണ് എന്നുള്ള ഒരു വലിയ ചർച്ച ഇവിടെ ഉരുത്തിരിഞ്ഞിരുന്നു. KC ഗ്രൂപ്പ് യഥാർത്ഥത്തിലുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾക്കുന്നത് KC ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? KC എന്ന് പറഞ്ഞാൽ എന്താ ഫുൾ ഫോം ഉദ്ദേശിക്കുന്നത്? KC വേണുഗോപാൽ ഗ്രൂപ്പ്. എൻ്റെ കുടുംബത്തിന്റെ പേരാണ് കുഴുമൽ ചട്ടടി, അതാണ് KC. ഞങ്ങൾ അറിയാലോ മലബാറിലത്തെ അമ്മ വീട്ടുകാരുടെ വീട്ടുപേരാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, ഇനീഷ്യലായിട്ട് ഉപയോഗിക്കുക. അതല്ലാതെ അങ്ങനെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പുകളൊന്നും കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോഴില്ല. എന്നാൽ ആ പ്രയോഗത്തെ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, അവരെയാണ് അങ്ങനെ പറയുന്നതെങ്കിൽ അത് സ്വാഭാവികമാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ എന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഞാൻ വെറും ഒരു ഹിപ്പോക്രാറ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനും ആഗ്രഹിക്കും. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? ഞാനിപ്പം 13 വയസ്സാകുമ്പോൾ തുടങ്ങിയതാണ്. വിദ്യാർത്ഥി 8ാം ക്ലാസ്സിൽ മാധവമംഗലം ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിൽ ക്ലാസ് ലീഡറായിട്ട് മത്സരിച്ചിട്ടാണ് അന്ന് KSU സ്ഥാനാർത്ഥിയായിട്ട് പോയത്. അന്ന് 13 വയസ്സേ ഉള്ളൂ എനിക്ക്. ഇന്നിപ്പോൾ എനിക്ക് 63 വയസ്സായി. 50 കൊല്ലമായി സത്യം പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാനുണ്ടായിട്ട്. അപ്പോൾ ഇത്രയും വർഷം ഞാൻ KSU പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം തന്നു. പാർട്ടി യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് അവസരിപ്പിക്കാൻ വന്നു. കേരളത്തിലെ മന്ത്രിയായിരുന്നു. 3 ടേം MLA ആയിരുന്നു ഇവിടെ. 3 ടേം MP ആയി. 4 ടേം MP ആയി. കേരളത്തിൽ മന്ത്രിയായി. കേന്ദ്രത്തിൽ മന്ത്രിയാവാൻ അവസരമുണ്ടായി. ഇതൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവില്ലേ? വ്യക്തിപരമായി എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, എന്നോട് വ്യക്തിപരമായി അലോസരമുള്ളവരുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമല്ല. അത് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഏത് നേതാവിനുള്ള. അതല്ലാതെ അതൊരു ഗ്രൂപ്പ് എന്ന് എങ്ങനെ വിളിക്കാൻ പറ്റും? എന്നോട് താല്പര്യമുണ്ടെന്ന് ആരെങ്കിലും 5 പേര് നിന്ന് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പാവും? ഇല്ല. അതിനൊപ്പമാണ് കണ്ണൂർ പൂർണ്ണമായും വിട്ടോ എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൻ്റെ പ്രധാന നട്ടെല്ലായി നിൽക്കുന്ന KC വേണുഗോപാൽ പറയുന്ന മറുപടി കണ്ണൂരല്ല, കേരളവും കണ്ണൂരും ഒക്കെയാണ് നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലം. ഡൽഹി എന്നുള്ളത് പ്രവർത്തന മണ്ഡലമാണ്. പക്ഷേ കേരളത്തിലേക്ക് വരാനുള്ള ആഗ്രഹം അദ്ദേഹം ആ മറുപടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കണ്ണൂർ പൂർണ്ണമായിട്ടും വിട്ട ഇപ്പോൾ ആലപ്പുഴ തന്നെ ഒരിക്കലുമില്ല. ഞാൻ പിന്നെ ഡൽഹിയിലായാലും ആഗ്രഹിക്കുന്നത് നാട്ടിൽ വരണം എന്നാണ്. ആലപ്പുഴയിലും കണ്ണൂരും വീട്ടിലും തറവാട്ടിലും ആ ചുറ്റുപാട്ടുള്ള ഗ്രാമങ്ങളിലൂടെയും അവിടെ രാവിലെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ നമ്മളെ കൂടെ പഠിച്ചവരെ കാണുക, അവരോടൊപ്പം 2 ചൊറ പറഞ്ഞിരിക്കുക. നല്ല ചക്ക കിട്ടും. ഇപ്പോഴത്തെ ചക്കയുടെ സീസൺ ആകുമ്പോഴാണ്. അതെല്ലാം തന്നെയാണ് നമ്മുടെ ജീവിതം, അല്ലാതെ വേറെന്ത് ജീവിതം? സർവോപരി മാധ്യമപ്രവർത്തകരുടെ കോൺഗ്രസിനോടുള്ള സമീപനത്തെക്കുറിച്ചും അദ്ദേഹം രോഷാകുലനായിരുന്നു. രാഹുൽ ഗാന്ധി നടത്തുന്ന സമരങ്ങളെ അല്ലെങ്കിൽ പോരാട്ടങ്ങളെ ഇന്ത്യയിലാകെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് വിജയിക്കുന്നുണ്ടോ? അല്ല, അത് കോൺഗ്രസിനെ ഇതെല്ലാം ഈ ചോദ്യങ്ങളൊക്കെ എവിടെയാണ് ഉത്ഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾക്കടക്കം നമ്മുടെ സോക്കോൾഡ് ബുദ്ധിജീവികളെന്ന് പറഞ്ഞ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സർക്കാരിനോടല്ല ഇഷ്ടം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചോദ്യങ്ങൾ എളുപ്പം ചോദിക്കാൻ ഇഷ്ടം കോൺഗ്രസിനോടാണ്. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ED വരില്ല, CBI വരില്ല, ഒരാളും വരില്ല. മാത്രമല്ല അവരിൽ നിന്ന് ഇളവും കിട്ടും. കോൺഗ്രസിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്നാൽ അതിനകത്തുള്ള ചോദ്യങ്ങളിൽ പെട്ടതാണോ ഇതെന്ന് എനിക്ക് സംശയം തോന്നിയോടെ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ആകപ്പാടെ ചോദ്യങ്ങളാൽ അസ്വസ്ഥമായ പ്രതികരണങ്ങളിലേക്കാണ് KC വേണുഗോപാൽ ഈ ഫെസ്റ്റിവലിലെ ഈ സംവാദ പരിപാടിയിൽ അവസാനം വരെ എത്തിപ്പെട്ടത്. ഇതിൻ്റെ തുടർച്ചയായി ഇനിയും ചർച്ചകൾ വരും. MP മാർ മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനമൊക്കെ എടുത്തതായി വാർത്തകൾ കോൺഗ്രസിൻ്റെതായി വരുന്നുണ്ടെങ്കിലും നിലവിലെ സംസ്ഥാന നേതൃത്വത്തിന്മേൽ ഹൈക്കമാൻഡോ അല്ലെങ്കിൽ മറ്റ് നേതൃത്വങ്ങളോ ഇടപെട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ MP മാർ മത്സരിക്കണം, പ്രതിസന്ധികളെ മറികടക്കാൻ മത്സരിക്കണം. ഇപ്പോൾ ശശി തരൂരിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളെയും മത്സരിപ്പിച്ച് എല്ലാ വിഭാഗത്തെയും കൂടെ നിർത്താനുള്ള അവസാനത്തെ പയറ്റാൻ തീരുമാനിക്കപ്പെടുമോ എന്നുള്ള ആകാംക്ഷ ഇപ്പോഴും ബാക്കിയാണ്. അതുകൊണ്ട് KC കേരള രാഷ്ട്രീയത്തിൽ കൂടുതലായി ശ്രദ്ധിക്കും. ഇപ്പോഴും പ്രതികരണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി നിരന്തരമായി കേരള രാഷ്ട്രീയത്തിൽ ഇടപെടും എന്നുള്ളതിൻ്റെ സൂചനകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ബാക്കിയുള്ള കോൺഗ്രസിലെ രാഷ്ട്രീയ അന്തർനാടകങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.